നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ രതീഷിനോട് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആണ്. നമ്മുടെ പുതിയൊരു പ്രൊജക്ടർ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അല്ലേ? അപ്പം ഇതൊരു ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ടറാണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു പ്രൊജക്ടറാണ്. ഒരു മിഡിൽ സെഗ്മെന്റ്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു പ്രൊജക്ടറാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ, അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ ഇന്ന് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട്, അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ട്രിവാൻഡ്രത്തും പാലയിലും 2 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് ലേസർ വിഷൻ എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 3D സെഗ്മെന്റ് നമുക്ക് പ്രൊജക്ടർ ഇല്ലായിരുന്നു 3D. അപ്പോൾ നമ്മളിത് 3D പലരും ചോദിക്കും. അപ്പോൾ അത് 3D നമ്മൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് റെഡ് ആൻഡ് ബ്ലൂ 3D ആണ് വരുന്നത്. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ സൈസ് ഇല്ലേ, സ്ക്രീൻ സൈസ് നമുക്ക് വെർട്ടിക്കലി ഹൊറിസോണ്ടലി നമുക്ക് രണ്ട് രീതിയിൽ നമുക്കത് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇപ്പം ഈ സ്ക്രീൻ റെസ്ട്രിക്ഷൻ ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ചിലർക്ക് പറയുന്നുണ്ട് നമ്മുടെ ഈ സിനിമ തുടങ്ങുമ്പോഴത്തേനും സ്ക്രീനിൻ്റെ സൈസ് ചെറുതായി പോകുന്നു. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് ഇതിനകത്ത് ഹൈറ്റ് കൂട്ടാൻ പറ്റും. ഹൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീൻ ആദ്യം വലുതാക്കി വെക്കണം, നമ്മുടെ ഫോർമാറ്റ് അനുസരിച്ച് തന്നെ സ്ട്രിങ്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് അതിനകത്ത് വരുന്നുണ്ട്, സ്ക്രീനകത്താക്കി എടുക്കാൻ പറ്റും. പിന്നെ 4D കറക്ഷൻ ഉണ്ട്, നേരത്തെ ഉണ്ട്. 4D കറക്ഷൻ ഇലക്ട്രോണിക് ഫോക്കസ് ആണ്. പിന്നെ 950 ആൻസ് ലൂമെൻസ് വരും. സെഗ്മെന്റിൽ 950 ഇല്ല, 950 ആൻസ് ലൂമെൻസ് വരുന്നുണ്ട്. ഇത് നല്ല, പിന്നെ അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് റേഷ്യോ നോർമലി വരുന്ന പ്രൊജക്ഷൻ കോൺട്രാസ്റ്റ് റേഷ്യോ കുറവായിരിക്കും. നമ്മുടെ LED സെഗ്മെന്റിൽ വരുന്നത് 25,000:1 കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നുണ്ട്. നോർമലി ഈ സെഗ്മെന്റിൽ വരുന്ന പ്രൊജക്ടർ എല്ലാം ഒരു 8,000:1 അങ്ങനെയൊക്കെയാണ് കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നത്. അത് 25,000:1 കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജും കൂടെ വരും. അപ്പോൾ നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലോട്ട് പോകാം. ഇതിൻ്റെ കൂടെ വരുന്ന റിമോട്ട്, പിന്നെ ഇതിൻ്റെ AV കോഡ്, പിന്നെ അതിൻ്റെ പവർ കോഡ് വരുന്നുണ്ടല്ലേ. ഗുഡ് ലുക്കിംഗ് ആണല്ലേ, കാണാൻ അത്യാവശ്യം ലുക്കുണ്ട്. പിന്നെ മേളിൽ ടോപ്പ് ഇങ്ങനെ ഒരു ഫാബ്രിക്കിൽ മേളിൽ ടോപ്പ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇവിടെ അതിൻ്റെ നമ്മുടെ കൺട്രോൾസ് ഉണ്ട്, മാനുവൽ കൺട്രോൾസ് ഉണ്ട്. പിന്നെ സൈഡിൽ വരുമ്പോഴത്തേനും ഫ്രണ്ടിലെ ലെൻസ്, അതിൻ്റെ ലെൻസ് ക്യാപ്പ്. പിന്നെ സൈഡിലോട്ട് പോകണമെങ്കിൽ ഇത് വെൻ്റാണ് അതിൻ്റെ സ്പീക്കർ. പിന്നെ ഇൻപുട്സ് ആണ് നമ്മുടെ RJ45, നമ്മൾ ഇന്റർനെറ്റ് ഡയറക്റ്റ് നമുക്ക് ഇതിനകത്ത് ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കാം. അതെ, ലാൻഡ് കേബിൾ കൊടുക്കാം. USB 2 പോർട്ട് ഉണ്ട്, ഓഡിയോ, AVയുടെ പോർട്ട്, രണ്ട് HDMI പോർട്ട്, പവർ അഡാപ്റ്ററിൻ്റെ പോർട്ട്. പിന്നെ സൈഡിലൊരു ഡസ്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട്. ഇത് ഇതിൻ്റെ ഫിൽറ്ററാണ്. ഇത് നമുക്ക് ഇളക്കിയിട്ട് ഇന്റർവെൽസിന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി, ഡസ്റ്റ് ഫില്ലാകുന്ന സമയത്ത്. ഇതുപോലെ തിരിച്ചടച്ച് അടച്ചു വെക്കാം. ഇതിന്റെ ആൻസ് ലൂമെൻസ് വരുന്നത് 950 ആൻസ് ലൂമെൻസ്, 25,000:1 കോൺട്രാസ്റ്റ് റേഷ്യോ. അങ്ങനെ നോക്കുമ്പോഴത്തേനും നല്ല സ്പെസിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ പ്രൊജക്ടർ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. ഈ കാണുന്ന ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്, നല്ല ബ്രൈറ്റ്നസ് ഉള്ള പ്രൊജക്ടറാണ്. ഇപ്പോൾ ലൈറ്റ് ഓണാണ്, ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം. നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉള്ള പ്രൊജക്റ്റാണ്. 950 ആൻസ് ലൂമെൻസ് വരുന്ന ഒരു പ്രൊജക്ടറാണ്. അപ്പോൾ നമ്മൾ പ്രൊജക്ടിൻ്റെ ഹോം സ്ക്രീൻ ഇതാണ് വരുന്നത്. രതീഷ്, എങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയും? ഇത് ഹോം സ്ക്രീനാണ്. നമ്മുടെ ഇത് Android 9 വരുന്ന പ്രൊജക്ടറാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമ്മുടെ ഹോം സ്ക്രീനിൽ ആദ്യം കിടന്ന ആപ്ലിക്കേഷൻസ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ആപ്ലിക്കേഷനായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് ആപ്ലിക്കേഷൻസ് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആപ്പ് സ്റ്റോർ, യൂട്യൂബ്, പിന്നെ MH സ്റ്റോർ, പ്ലേ സ്റ്റോർ, പ്രൈം വീഡിയോ എല്ലാം വരുന്നുണ്ടല്ലേ. അതെ, ഓഫീസ് സ്യൂട്ട്, നമ്മുടെ പിന്നെ കൈൻഡ്, അങ്ങനെ കുറേ സാധനം നമുക്ക് അതിനകത്ത് ഷെയറിങ്, നമ്മുടെ മൊബൈൽ ഫോൺ ഷെയർ ചെയ്യാം, ഓൺലൈൻ വീഡിയോസ് കാണാം. പിന്നെ അതിന്റെ കളേഴ്സ് ഒക്കെ കുറച്ച് റിച്ച് ആണ്. റെഡ് എന്ന് പറഞ്ഞാൽ നല്ല റെഡാണ്, ഡീപ്പ് റെഡാണ്. അത് നമുക്ക് വളരെ ചുരുക്കം പ്രൊജക്ടേഴ്സിൽ നമുക്ക് ഈ കളർ ഇത്രയും റിച്ച് ആയിട്ട് കിട്ടത്തുള്ളൂ. അത് ഞാൻ കോൺട്രാസ്റ്റ് റേഷ്യോയുടെ ഒരു മെച്ചമാണത്. ഞാൻ പറഞ്ഞില്ലേ, കോൺട്രാസ്റ്റ് റേഷ്യോ നമ്മുടെ നോർമൽ പ്രൊജക്ടേഴ്സിനേക്കാളും കോൺട്രാസ്റ്റ് റേഷ്യോ കൂടുതലാണ്. അപ്പം അതിന്റെ ആ ഒരു ഇതാണ്, ഡെപ്താണ് കാണുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ മെയിൻ, പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ കണക്ടിവിറ്റീസ് വരുന്നുണ്ട്. AV, HDMI, HDMI 2. പിന്നെ ഇത് വേറെ ആപ്ലിക്കേഷൻസ് ആണ്. പിന്നെ ഇതിന്റെ സെറ്റിംഗ്സ്, നെറ്റ്വർക്കിനകത്ത് നമ്മുടെ വയർലെസ് വൈഫൈ കണക്ഷന് വേണ്ടിയിട്ടുള്ള
ഇതാണ്. ഓക്കെ. പിന്നെ സെറ്റിങ്സിനകത്ത് വരുന്നത് നെറ്റ്വർക്ക് സെറ്റിങ്സ് നേരത്തെ കണ്ടതാണ്. പിന്നെ പ്രൊജക്ഷൻ സെറ്റിങ്സ് ഉണ്ട്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് നോർമലി ഈ പറയുന്ന പോലെ ഇലക്ട്രോണിക് ഫോക്കസ് വരുന്ന സാധനങ്ങളിൽ 4D കറക്ഷൻസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ട്രപ്പസോയിഡൽ കണക്ഷൻ നമുക്ക് ഇപ്പം ഇതാണ് സ്ക്രീന്. അപ്പം നമുക്ക് കോർണേഴ്സും കറക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ സൈഡ്സും കറക്റ്റ് ചെയ്യാം. സൈഡ്സും കറക്റ്റ് ചെയ്യാം, കോർണേഴ്സും കറക്റ്റ് ചെയ്യാൻ പറ്റും. അതെ, ഇത് റീസെറ്റ് ഓപ്ഷനാണ്. പിന്നെ പ്രൊജക്ഷൻ മെത്തേഡ് നമ്മുടെ ഈ സീലിംഗ് മൗണ്ടിന്റെ വരുമ്പോൾ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ സൂം തന്നെ കസ്റ്റം സൂം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ. അതായത് നമുക്ക് ഇതിനകത്ത് ഇപ്പൊ കസ്റ്റം സൂം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ ആക്കുകയാണെങ്കിൽ കണ്ടോ, ലെഫ്റ്റും റൈറ്റും നമുക്ക് സൂം ചെയ്യാം, അല്ലെങ്കിൽ സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ താഴെ വരുന്ന നമ്മുടെ ഓപ്ഷൻ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ആണ്. അതെ, മേളിലും താഴെ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ചിലർക്ക് ഇപ്പൊ സ്ക്രീന് ഇപ്പം വെച്ചിരുന്നാലും മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മീൻസ് അത് സിനിമാസ്കോപ്പിലേക്ക് പോകുമല്ലോ. അപ്പൊ ആ ഒരു അത് നമുക്ക് ഇപ്പം കുറച്ച്, അതായത് പുറകിലോട്ട് വെച്ച് പ്രൊജക്ടർ നമ്മൾ സൂം മാക്സിമം വെച്ചിട്ട് സ്ക്രീൻ നമ്മുടെ പ്രൊജക്ടർ മൂവി ഓൺ ആവുന്ന സമയം നമ്മൾ ഈ സെറ്റിങ്സ് മൂവിക്ക് വേണ്ടി സെറ്റിങ്സ് കൊടുത്താൽ സ്ക്രീൻ നിറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ആസ്പെക്ട് റേഷ്യോക്ക് പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. ചിലപ്പം ഈ റേഷ്യോയിലല്ല സ്ക്രീൻ ഉണ്ടാകുന്നവർക്ക് 4:3 റേഷ്യോ ആയിരിക്കും സ്ക്രീൻ ഉണ്ടായിരിക്കുന്നത്. അപ്പം നിലവിലുള്ള സ്ക്രീനിനെ തന്നെ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. സ്കെയിലിംഗ് ഉണ്ട്. സ്കെയിലിംഗ് നമുക്ക് മൊത്തത്തിൽ നമുക്ക് സൂം ഇന്നും സൂം ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ആവശ്യം വരുന്നത് നമ്മൾ സീലിംഗിൽ മൗണ്ട് ചെയ്യൂലേ, അപ്പോഴാണ് നമുക്ക് ഈ ഫീച്ചർ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് സെറ്റ് ചെയ്യാൻ സമയത്ത്. പിന്നെ ടൈം സോണും കാര്യങ്ങളൊക്കെയാണ്, വലിയ കഥയില്ല. പിന്നെ കോമൺ ആയിട്ട് വരുന്ന സെറ്റിംഗ്സ് ലാംഗ്വേജ്, ഇൻപുട്ട് മെത്തേഡ്, സിസ്റ്റം റിക്കവറി, ഡിവൈസ് നെയിം എന്നൊക്കെ പറഞ്ഞ് ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. ഓഡിയോ സിസ്റ്റംസ് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് എൻ്റെ സ്ക്രീനിൽ നമ്മൾ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാരിറ്റി ആണ്, അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. അത്യാവശ്യമല്ല, നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഒരു വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്, അതിലും നല്ല സ്ക്രീനിൽ വിട്ടം സ്ക്രീനിലൂടെ അടിക്കുന്നുണ്ട്, എന്നിട്ട് നല്ല ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. വലിയ വ്യത്യാസം വരുന്നില്ല. കാരണം 950 ലൂമൻസ് വരുന്ന ഒരു പ്രൊജക്ടറാണ്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇത്രയും ഫീച്ചേഴ്സോടെ വേറെ പ്രൊജക്റ്റിൽ എന്ന് പറയും. കാരണം 3D സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്ടറാണ്. അതേമാതിരി 950 ലൂമൻസ് വരുന്നുണ്ട്. അതേമാതിരി കോൺട്രാസ്റ്റ് റേഷ്യോ കൂടുതലാണ്. അപ്പം അങ്ങനെ ഒരു സെഗ്മെന്റിൽ, ഈ സെഗ്മെന്റിൽ ഒരു ബെസ്റ്റ് പ്രൊജക്ട് തന്നെയാണ്. അപ്പോൾ ഇതിന്റെ സർവീസും കാര്യങ്ങളൊക്കെ ഇവർ തന്നെയാണ് ചെയ്യുന്നത്. ഒരു 1 ഇയർ വാറന്റിയിൽ വരുന്ന പ്രൊജക്ടറാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.